ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗൺ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ആപ്പോൾ ലൈഫ് ഫസ്റ്റ് കോപ്പാണ് ഓൾവേസ് പോസിറ്റീവായി. അങ്ങനെ വീണ്ടും ഒരു ഇന്ത്യ ഓസ്ട്രേലിയ പോരാട്ടം. അങ്ങനെ ഇന്ത്യ ഓസ്ട്രേലിയ ക്ലാമർ പോരാട്ടത്തിന് വീണ്ടും കളമൊരുങ്ങുകയാണ്. അതായത് ICC ചാമ്പ്യൻസ് ട്രോഫി സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയെ നേരിടും. ഇന്ത്യ ഓസ്ട്രേലിയ, അതായത് നമ്മൾ കണ്ടതാണ് 2023 വേൾഡ് കപ്പ് ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയയോട് തോറ്റത്. അതിനുശേഷം 50 ഓവർ ഫോർമാറ്റിൽ വീണ്ടും ഒരു ഇന്ത്യ ഓസ്ട്രേലിയ, അതും പ്രധാനമായൊരു ICC ടൂർണമെൻറ്റിൽ വീണ്ടും ഒരു സെമി ഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിനെന്ന് പറയാം. കാരണം ക്രിക്കറ്റിലെ ഒരു ഗ്ലാമർ മത്സരമാണ് ഇന്ത്യ ഓസ്ട്രേലിയ എന്നത്. അതായത് ഏറ്റവും ഗ്ലാമർ മത്സരം എന്ന് പറയുന്നത് ഇന്ത്യ വേഴ്സസ് പാകിസ്ഥാനും അതിനുശേഷമുള്ളത് ഇംഗ്ലണ്ട് വേഴ്സസ് ഓസ്ട്രേലിയയുമാണ്. അതിനുശേഷമുള്ള ഒരു ഗ്ലാമർ പോരാട്ടമാണ് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ എന്നത്. വർഷങ്ങൾ നീണ്ട അല്ലെങ്കിൽ വർഷങ്ങളോളം ചരിത്രമുള്ള രണ്ട് ടീമുകളാണ് ഇന്ത്യയും ഓസ്ട്രേലിയയും എന്നത്. ഇവർ തമ്മിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം നോക്കുമ്പോൾ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുന്ന 3 തവണയാണ്. 3 തവണ ഏറ്റുമുട്ടിയതിലും 2-1 രണ്ട് കളികളിൽ ഇന്ത്യ വിജയിച്ചു, ഒരു കളിയിൽ ഓസ്ട്രേലിയ വിജയിച്ചു. അങ്ങനെ ചാമ്പ്യൻസ് ട്രോഫിയിലെ മുൻതൂക്കം നോക്കുമ്പോൾ ഇന്ത്യക്കാണ്. ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രം നോക്കുമ്പോൾ ഓസ്ട്രേലിയ 2 തവണ കിരീടം നേടി, ഇന്ത്യയും 2 തവണ കിരീടം നേടി. ഓസ്ട്രേലിയ 2006, 2009 കിരീടം നേടിയപ്പോൾ 2006 ഇന്ത്യയിലായിരുന്നു ചാമ്പ്യൻസ് ട്രോഫി നടന്നത്. അതിൽ ഓസ്ട്രേലിയ കിരീടം നേടി. അപ്പോൾ 2006, 2009 ഓസ്ട്രേലിയ കിരീടം നേടിയപ്പോൾ 2002 ഇന്ത്യ ശ്രീലങ്ക മത്സരം മഴ മൂലം അത് രണ്ടുപേരും കൂടെ പങ്കിട്ടെടുത്തു 2002. അതിനുശേഷം 2013 ഇംഗ്ലണ്ടിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ വിജയിച്ചു. അങ്ങനെ ഇരു ടീമുകളും 2 ട്രോഫികൾ വീതമാണ് ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ വിജയിച്ചിട്ടുള്ളത്. അത് നോക്കുമ്പോഴും ഇരു ടീമുകളും ഈക്വലാണ്. അല്ലാതെ മൊത്തത്തിലുള്ള ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ആകെ ഇരു ടീമുകളും തമ്മിൽ കളിച്ചിട്ടുള്ള 151 മത്സരങ്ങളാണ്. അതിൽ 81 മത്സരങ്ങളിൽ ഓസ്ട്രേലിയ വിജയിച്ചു, 57 മത്സരങ്ങളിൽ ഇന്ത്യ വിജയിച്ചു. അങ്ങനെ നോക്കുമ്പോൾ ഓസ്ട്രേലിയക്കാണ് മൊത്തത്തിൽ മുൻതൂക്കം. ചാമ്പ്യൻസ് ട്രോഫിയിൽ നോക്കുമ്പോൾ ഇന്ത്യക്കാണ് വിന്നിംഗ് പെർസെൻറ്റേജ് കൂടുതൽ. അതോടൊപ്പം ഇപ്പം നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ കണക്കുകൾ നോക്കുകയാണെങ്കിലും ഇന്ത്യ 3 മത്സരങ്ങൾ കളിച്ചതിൽ 3 എണ്ണത്തിലും വിജയിച്ചു. ഓസ്ട്രേലിയയും അതുപോലെ 3 മത്സരങ്ങൾ കളിച്ചതിൽ 1 വിജയിച്ചു, ബാക്കി 2 മത്സരങ്ങൾ മഴ മൂലം ഉപേക്ഷിച്ചു. അപ്പോൾ 100% വിന്നിംഗ് ട്രാക്കോട് കൂടിയാണ് ഇരു ടീമുകളും നേർക്കുനേർ വരുന്നത് എന്നതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ഏതായാലും എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാരണം 2023 വേൾഡ് കപ്പ് ഫൈനലിന് ഇന്ത്യ പകരം വീട്ടുമോ ഇല്ലയോ എന്ന് ഇങ്ങനെ എല്ലാവരും ഉറ്റുനോക്കിയാണെന്ന് പറയാം. ഏതായാലും എല്ലാ കണ്ണുകളും ദുബായിലാണ് മത്സരം നടക്കുന്നത്. അതോടൊപ്പം ഈ മത്സരത്തിൽ വിജയിക്കുന്നവർ 9-ാം തീയതി, അതായത് സൗത്ത് ആഫ്രിക്ക ന്യൂസിലൻഡ് സെമി ഫൈനലിൽ വിജയിക്കുന്നവരുമായിട്ട് ഏറ്റുമുട്ടും. സൺഡേ 9-ാം തീയതി മാർച്ച് 9-നാണ് ഫൈനൽ നടക്കുന്നത്. ഏതായാലും നല്ലൊരു ടഫ് കോമ്പറ്റീഷൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോഹ്ലിയും രോഹിത് ശർമ്മയും ഒക്കെ കോഹ്ലി ഫോമിലേക്ക് വരുന്നിട്ടുണ്ട്, നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം രോഹിത് ശർമ്മയും നിർണായക മത്സരങ്ങളിൽ ഫോമിലേക്ക് വരുമെന്ന് തോന്നുന്നു. രോഹിത് ശർമ്മയുടെ കാര്യം ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മെയിൻ പോരായ്മ എന്ന് പറയുന്നത്. പക്ഷേ നിർണായക മത്സരങ്ങളിൽ അദ്ദേഹം ഫോമിലേക്ക് ഉയരാറുണ്ട്. ഏതായാലും നല്ലൊരു മാച്ച് കാണാമെന്ന കാത്തിരിപ്പിലാണ് ഇന്ത്യൻ ആരാധകർ. എല്ലാ കണ്ണുകളും ദുബായിലേക്ക്. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.